അല്ല, പെരുന്നാക്ക് പുഡിംഗ് ഏതാന്ന് തീരുമാനിച്ചോ? ഇല്ലേലേ, ഇതൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 50 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് അരക്കപ്പ് വീതം കാഷ്യൂനട്ടും പിസ്തയും ചേർത്ത് വറുത്ത് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 175 ഗ്രാം ആണ് ഞാൻ സേമിയ എടുത്തേക്കുന്നത്. ചെറിയ സേമിയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, അരക്കപ്പ് പാൽപ്പൊടി, 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഒരു 4 കപ്പ് പാലൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇതിൽ നിന്ന് കുറച്ച് പാല് മാറ്റി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. പാലിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഞാൻ പൊടിച്ച പഞ്ചസാര ബാക്കിയില്ലാതെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പാലൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക കേട്ടോ. നമ്മൾ പുഡിംഗ് ട്രേ എടുത്ത് അതിലേക്ക് സേമിയയുടെ ആ ഒരു കൂട്ട് ആദ്യം നമ്മൾ ലെവൽ ചെയ്ത് വെക്കും. മുകളിലേക്ക് കസ്റ്റാർഡിന്റെ കൂട്ട് വെച്ചതിന് ശേഷം വീണ്ടും സേമിയ വെച്ചിട്ട് തന്നെ ലെയർ ചെയ്യുക. നമ്മൾ മാറ്റി വെച്ച ആ ഒരു കാഷ്യൂനട്ടൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.